ഹലോ മൈ ഫ്രണ്ട്സ്, ഞാൻ സോണോ, അതായത് സ്പാൻഡുവേറ്റി പറഞ്ഞ ചാനലുണ്ടായിരുന്നു ആദ്യം. പക്ഷെ ഇന്ന് ഞാൻ അതൊന്നും പറയാനല്ല വന്നിട്ടുള്ളത്. നമ്മളിന്ന് പുതിയൊരു ഗെയിമിംഗ് സീരീസ് തുടങ്ങുകയാണ്. അതായത് നമ്മൾ CPM അഥവാ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൻ്റെ ഒരു പുതിയൊരു സീരീസ് ആയിട്ട് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ആദ്യം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് പോകാം. ഞാൻ എന്താണ് ഇപ്പോൾ ഇവിടെ കാണിക്കണതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കാണാൻ അവിടെ ഒരു ബോണസായിട്ട് കുറച്ച് ക്യാഷ് നമുക്ക് കിട്ടും. ആദ്യം ഒരു 25,000 അതോ അങ്ങനെ എത്ര ക്യാഷ് ഉണ്ട്. പക്ഷേ ഇവർ തന്നെ നമുക്ക് കുറച്ച് ബോണസായിട്ടുള്ള ക്യാഷ് തരും. ആ ഒരു ക്യാഷ് കളക്ട് ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇതെന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് പോലെയാണ്. അത്യാവശ്യം നല്ല ക്യാഷ് നമ്മൾ കളക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ കാർസ് മേടിക്കുക, മോഡിഫിക്കേഷൻ ചെയ്യുക. അത് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഗെയിം. പലർക്കും അറിയാം, ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇതിൻ്റെ ഒരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത് ഇതൊരു അൾട്ടോ ലുക്കുള്ള സാധനമല്ലേ ഗൈസ്. എന്താണെന്നറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. പക്ഷേ ഇത് അൾട്ടോ അല്ല, കാരണം സിംഗിൾ ഡോറുള്ളൂ. അൾട്ടോക്ക് ഡബിൾ ഡോർ ഉണ്ടാവില്ലേ. ഞാൻ ഇപ്പോൾ നോക്കട്ടെ ഗൈസ് വേറെ ഏതൊക്കെ വണ്ടികളുണ്ടെന്ന്. BM ഹമ്മറൊക്കെ കാണുന്നുണ്ട് ഗൈസ്. BM ഉണ്ടോ? BM അല്ലേ അത്? സോറി, ഇതിൻ്റെ അപ്പുറത്ത് BM ഉണ്ടായിരുന്നല്ലോ. അത് കണ്ട മാതിരി തോന്നുന്നത് അതായിരിക്കും. നമ്മളെന്തായാലും ഈ അർബന്നമാരില്ല വണ്ടിയില്ലേ, ഹനാൻഷാക്ക് എടുത്ത് ആ ഒരു വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യും. നിങ്ങൾ ഇതിൽ നിന്ന് കാണുമ്പോൾ ഏത് വണ്ടിയാണ് എടുക്കേണ്ടതെന്നൊക്കെ. സുപ്ര അല്ലേ ഇത് ഗൈസ്? സുപ്ര ഒന്നും നമുക്ക് ഇപ്പം എടുക്കണ്ട. അപ്പോൾ തൽക്കാലം നമ്മൾ കുറച്ച് വിൻറ്റേജ് പിടിക്കുക. അതായത് BMW പോയോ? ആ പച്ച BMW അല്ലേ ഗൈസ്? നോക്കട്ടെ ഗൈസ്, ആ പച്ച BMW അല്ലേ? അല്ലേ ആണ് ഗൈസ്, BMW ഗൈസ്. നമ്മൾ BMW കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ BMW അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പോൾ മറ്റേ M4 M3 അങ്ങനെ ഏതൊരു BMW ഉണ്ടല്ലോ, ഈ അതിരടി സിനിമയിലൊക്കെ കണ്ട ആ ഒരു മോഡല്. ആ സാധനം കിട്ടുമോ നോക്കട്ടെ ഗൈസ്. കുറച്ചുകൂടി നീക്കി വെക്കാം. ഇതാണോ? ഇതല്ല ഗൈസ് ആ BM സീനാട്ടോ ഗൈസ്. അംബാസഡർമാരൊരു കാറ്. പക്ഷെ അത് നോക്കാനുള്ള സമയമില്ല. നമ്മളിപ്പോൾ BM ആണ് നോക്കാൻ പോകുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 213 കാർസ്. യെസ് ഗൈസ്, ഈ BM ആണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതിന് 200 രൂപ ക്യാഷായിട്ട് നമ്മൾ കൊടുക്കണം. മനസ്സിലായോ? ഈ ഒരു BM-ന് ഇതൊരാട്ടം വാങ്ങിയാൽ പിന്നെ ഉണ്ടാവുമോ ഗൈസ്? അറിയില്ല. വേൾഡ് സെയിലൊരു വണ്ടി ഉണ്ടോ നോക്കാം നമുക്ക്. ഓക്കെ, എന്തൊക്കെ ചോദിക്കണ്ടൊക്കെ നമുക്ക് അടിച്ച് വിടാം. റിട്ടേൺ ലേറ്റർ. ഇപ്പോൾ വേൾഡ് സെയിൽ ഇല്ലയെന്ന് പറഞ്ഞാൽ ഒന്നും നോക്കണ്ട. നമുക്ക് എന്തായാലും കളി സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു ഓൺലൈൻ ഗെയിം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് എന്തായാലും സെർവർ ഒന്ന് കണക്റ്റ് ആവാൻ നല്ല ടൈം എടുക്കും ഗൈസ്. ലാഗ് നല്ലോണം എടുക്കും. ഓക്കെ, ഇത് ലോഡിങ് എന്നാണ് കാണിക്കുന്നത്. ഇതൊന്ന് നമുക്ക് എന്തായാലും കയറിയിട്ട് കാണാം. പൈസ പോകുന്നതിന് മുന്നേ കയറുമോ? പെട്ടെന്ന് കയറിയാൽ മതിയായിരുന്നു. കയറിയിട്ട് വേണം ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. നല്ല ലോഡിങ് ആട്ടെ ഗൈസ്. 1 മിനിറ്റ് 1.5 മിനിറ്റ്. പിന്നെ എൻ്റേതൊരു ലോവിൻ്റെ ഡിവൈസാണ്. ഏകദേശം 4GB RAM കണക്റ്റിങ് ആവുന്നുണ്ട്. എന്തത് കണക്റ്റായി കിട്ടാത്തത് ഗൈസ്? എന്താണെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല കണക്റ്റിങ് ഉണ്ട് ഗൈസ്. നമുക്ക് ഫേസ് ക്യാം കൊണ്ടുവരണോ? അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കണക്റ്റായി ഗൈസ്. എന്താ ഗൈസ്? ഞാൻ പറഞ്ഞില്ല, എൻ്റേത് ഫോൺ ഇങ്ങനെ തന്നെ ഹീറ്റായി മരിക്കാനായിരിക്കും ഇങ്ങനത്തെ ഒക്കെ ഇതെടുക്കുമ്പോൾ. എന്തായാലും നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആ വണ്ടി സെയിൽ ചെയ്യണ ഭാഗത്തേക്കാട്ടെ നമ്മൾ പോണത്. ഇവിടെ ലെഫ്റ്റിലൊരു ബ്രിഡ്ജ് കയറി ആ ബ്രിഡ്ജിൻ്റെ ആ ഒരു തലപ്പത്തായിട്ടാണ് അതില്ലേ. നമുക്ക് എന്തായാലും നോക്കാം. അതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ ഗ്രാഫിക്സ് ഒന്ന് കുറച്ച് കൂട്ടട്ടെ. എന്താ ചെയ്യുക ഗൈസ്? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കേണ്ട ഒരു കാരണം, നമ്മൾ റെക്കോർഡിങ്ങിലാണ്, പിന്നെ ലോയിൻ്റെ ഡിവൈസാണ്. ഇങ്ങോട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാവരും ചോദിച്ചു ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് എവിടെയെന്ന്. ഈ ഒരു സീരീസ് നമ്മൾ തുടങ്ങുമ്പോഴും ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് നമ്മൾ ഇടാതിരിക്കത്തില്ല കേട്ടോ. നമ്മൾ ഈ ഒരു സീരീസ് നമ്മൾ ഇടുക ഈവനിങ് ആയിട്ടാണ്. ഫ്രീ ഫയറിൻ്റെ സീരീസ് നമ്മൾ രാത്രിയായിട്ടും ഇടും. സൂപ്പറല്ല പോണത്. ഇത് മലയാളീസിൻ്റെ കിട്ടുമോ ഗൈസ്? ഞാൻ കുറേ യൂട്യൂബേഴ്സ് കണ്ടിട്ടുണ്ട് മലയാളീസ് ഏറ്റുമുട്ടല്ല കണ്ടുമുട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ സീരീസ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ആ കാറ് വിൽക്കുന്നിടത്ത് പോയി കണ്ട ഒരു കാറ് നോക്കണം നമുക്ക്. ഇതല്ലല്ലോ, ഇത് അപ്പുറത്തല്ല. അപ്പോൾ നല്ലൊരു കാറും കാര്യങ്ങളും കിട്ടും. അതായത് കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പാണ്.
എന്നാലും ഏകദേശം എത്ര വില വരുന്നു നമുക്ക് നോക്കാമല്ലോ. അതിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഈ ഗ്രാഫിക്സ് കുറച്ചിടട്ടോ, കാരണം അത്യാവശ്യം നല്ല ഇതുണ്ട്, അതായത് നല്ല ലാഗ് ഉണ്ട്. നിങ്ങൾക്ക് നമ്മളെ സ്ക്രീനിൽ നോക്കിയാൽ തന്നെ കാണാം. ഫാസ്റ്റിംഗ് ഗുഡ്, റെസൊല്യൂഷൻ കൂട്ടി, കാർ ഡീറ്റെയിൽസ്, ഡിസ്റ്റൻസ്, അപ്പോൾ കുറച്ചൊക്കെ ആയി നമുക്ക് എന്തായാലും. പക്ഷേ ഗൈസ് ഇത് നോക്കുമ്പോൾ ഇതെന്തിങ്ങനെ അത്യാവശ്യം ലാഗ് ഉണ്ട്. നമുക്ക് ആദ്യം കിട്ടണ അതേമാതിരി ആക്കി വെക്കാം. തട്ടി 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 ഗൈസ്. പക്ഷെ ബോണറ്റൊന്നും പറ്റാതിരുന്നാൽ മതി. ലാഗ് ഉണ്ട് കേട്ടോ ഗൈസ് ഇപ്പോഴും. ഞാൻ ക്വാളിറ്റി ഫുള്ള് കുറച്ചിട്ടെ, സാധാ അതായത് നമുക്ക് ആദ്യം കിട്ടണ മാതിരി ആക്കണം. ഫാസ്റ്റ് കുറച്ച് ഓക്കെ ഗൈസ്, ആദ്യം കിട്ടണ മാതിരി നമ്മൾ ആക്കിയിട്ടുണ്ട്. നമ്മളൊന്ന് റിവേഴ്സ് എടുത്തിട്ട് നമ്മളാ കാറ് ഒക്കെ വെക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് തന്നെ പോകണം ഗൈസ്. ഒരു മസ്താങ്ങാണ് വരുന്നത്, തട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു. അങ്ങോട്ടൊന്ന് തട്ടി ഗൈസ്. നൈസാണ്, പക്ഷെ അതിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കണ്ടേനു. അടിപൊളി സൗണ്ടാണ് മച്ചാന്മാരെ. നമുക്ക് എന്തായാലും ഇത് പോയോ, താകെ തട്ടുണ്ട് ഗൈസ്. എനിക്ക് സ്റ്റാരിങ് ഒന്നും ശരിയാവണില്ല. ഇനിയിപ്പോൾ നമ്മൾ ഫുള്ള് മാനുവലായിക്കാണ്ടുള്ള സംഭവമല്ലേ, അങ്ങനെ ഒട്ടാൻ നോക്കാം. നമുക്ക് ഇവിടെ ഈ സെയിലിൻ്റെ ഇവിടെ പാർക്ക് ചെയ്യാം. ആക്ച്വലി നമുക്ക് ഈ കാറ് സെയിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് ആദ്യം കിട്ടേണ്ട കാറാണ്ട്. ഇവിടെ ഇറങ്ങി വണ്ടി ലോക്ക് ചെയ്തിട്ട് നമുക്ക് പോകാം. ഓക്കെ ഗൈസ്, ലോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും കാറിൻ്റെ ഒക്കെ വില നോക്കാം. 20 ലക്ഷം രൂപ ഗൈസ്. ഇതേത് കാറ്, ഇതേപോലെ ഒറ്റ കാറാണ്. 20 ലക്ഷം. ഒരു ഇറ്റിയോസ് മാതിരി, അതായത് ഇറ്റിയോസ് അല്ല, മീൻസ് വേറെ എന്തൊരു വണ്ടി, അതിനും 20 ലക്ഷം രൂപയാണ് കാണിക്കണത്. ഇതേതാ വണ്ടി ഗൈസ്? ഇത് BM പോയി ഗൈസ്. കണ്ടോ, BM ഒക്കെ വന്ന് ഉറപ്പായിട്ടും അത് പോകും. ഇനിയുള്ളത് ഇതേതാ, മസ്താങ്ക്. ഈ മസ്താങ്കാണ് ഗൈസ് നമ്മൾ തട്ടിയത്. പക്ഷെ ചെക്കൻ ഇവിടെ വിൽക്കാടാണോ, അനന്തു ഗൈസ്. മലയാളിയാണ് പനി, പക്ഷെ ഞാൻ അപ്പം നോക്കിയില്ല ഗൈസ്. ഇപ്പം മലയാളിയായിരുന്നു, അനന്തു എന്നാണ് പേര് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പം ഇവിടുന്ന് പോവാം, കാരണം നമുക്ക് ഏകദേശം കാറിൻ്റെ വിലയൊക്കെ കണ്ടല്ലോ. നമ്മൾ 50,000 രൂപയ്ക്ക് ഈ കാറിനൊന്നും പാർട്സ് പോലും എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും ബാക്ക് വലിയ പോവാം. 20 ലക്ഷം തന്നെയാണ് ഇവൻ്റെ കാറിനും പറയണത്. ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ. നമുക്ക് എന്തായാലും നമ്മൾ എടുക്കുമ്പോൾ ഒരു കിണ്ണ സാധനം തന്നെ എടുക്കുക ഗൈസ്. നമ്മൾ BMW M3 നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. M3 M4 അങ്ങനത്തെ ഒരു സാധനം നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. നമുക്കിൻ്റെ വിൻറ്റേജ് BM ഉണ്ടല്ലോ, അതങ്ങോട്ട് എടുക്കുക ഗൈസ്. ഒന്നും നോക്കണ്ട, കാരണം അത് എടുക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ഇടും. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മൾ ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് എന്താ ഇടാത്തതെന്ന് പലരും ചോദിച്ചിരുന്നു. ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ ഫ്രീ ഫയർ ലാഗാണ്. ഇതിന് അത്യാവശ്യം ലാഗ് ഉണ്ട്. അപ്പോൾ ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ, അതായത് റെക്കോർഡ് ചെയ്താൽ നമുക്ക് നല്ല രീതിക്ക് കളിക്കാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എടുക്കാത്തത്. നമുക്ക് എന്തായാലും ഈ ഗിഫ്റ്റ് ബോക്സ് എടുത്തിട്ട് പതിയെ അവിടെ നിന്ന് തെറിക്കാൻ കേട്ടോ. ഞാൻ ആ നമുക്ക് മറ്റേ ആ റോഡിൻ്റെ ഐക്കൺ നിൽക്കാണ്ട് ഇവിടെ എത്തി ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് തന്നെയാണ്. നമുക്ക് നേരെ ഇവിടെ ഒരു ഗ്യാരേജ് ഉണ്ട്, അതിനെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയും, പക്ഷേ കാണിച്ചു തരാം. ഇപ്പം നമ്മളെ വണ്ടീൻ്റെ മുന്നിൽ നോക്കുകയാണെങ്കിൽ ആകെ ഫായായിട്ടുണ്ട്. ഓക്കെ, കണ്ടോ ഇല്ല ഗൈസ്. അപ്പം ഇല്ല ഗൈസ്, മുന്നേ ഒന്നും ആയിട്ടില്ല. ഞാൻ പേടിച്ചു പോയി. അപ്പം എന്തായാലും മുന്നേ തട്ടാണ്ടാണെങ്കിൽ നമുക്ക് മര്യാദക്ക് വണ്ടി കൊടുക്കാം. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ മൊബൈലൊന്നും എടുത്തു പോയി. തട്ടി ഗൈസ്, പോയി. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് നമ്മൾ ടൈം നോക്കാണ്ട് 2:50 സംതിങ് ആയിട്ടുണ്ട്. നമുക്ക് ടാക്സിയും കാര്യങ്ങളൊക്കെ അതിൽ ഓടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടും. അതായത് പ്രോപ്പർ നമ്മളെ ഒരു ലൈഫ്, അതായത് ഈ GTA നമുക്ക് കളിക്കാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ ഒരു ലൈഫ്, വീടും കാര്യങ്ങളൊക്കെ എടുത്ത് ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി പ്രോപ്പർ ഒരു ലൈഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. കാരണം നമ്മൾ റൂമൊക്കെ എടുത്ത്, റൂം മീൻസ് ഇങ്ങനത്തെ റൂമൊക്കെ ഇട്ട് നമ്മളൊരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമ്മളെ റാസ് ഗെയിമർ പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിനെയൊക്കെ കൂട്ടിയിട്ടായിരിക്കും നമ്മൾ സീരീസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമുക്ക് വേണം. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം, അതായത് ആ ഒരു ഗരാജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു ഗരാജും പിന്നെ ഈ സിറ്റിയുടെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കാരണം എൻ്റെ ഫോണിൻ്റെ ചാർജ് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ ഞാൻ പെട്ടുപോയി ഗൈസ്. ബാഗ് എടുത്ത്
അല്ലാ ന്യൂട്രൽ വണ്ടിയാണ് ഗൈസ്. ഇതിൽ കൂടെ എടുക്കണ്ടില്ലായിരുന്നു. ആ വളവ് കയറ്റിയാണെന്ന് കരുതിയാണ് ഈ സൈഡിൽ കൂടെ ഞാൻ എടുത്തത്. അപ്പം അതും വലിയ വണ്ടിയായി കണ്ട ഗൈസ്. ബട്ട് നമ്മൾ 100% പ്രൊഫഷണലാണ്. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ സിമ്പിളാണ്. പിന്നെ നമ്മൾ എന്താണ് ഈ വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താത്തതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ലാഗാവും. കാരണം ഞാൻ ഈ ഗെയിം തുടങ്ങുന്നത് തന്നെ നിങ്ങൾക്ക് വീഡിയോ എടുത്തുകൊണ്ടാണ്. കാരണം ഞാൻ വിചാരിച്ചിരുന്നു ഈ ഒരു ഗെയിമിൻ്റെ A to Z വീഡിയോസായിട്ടിട്ടുണ്ടെന്ന്. അതായത് അത് കളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫുള്ള് വീഡിയോസായിട്ടായിരിക്കും ഞാൻ ഇടുക. ഗൈസ് തട്ടി ഗൈസ് മരിച്ചമാണെന്ന് സീനില്ല. നമ്മളെന്തായാലും വണ്ടി റെഡിയാക്കാനും ഈ വണ്ടി തട്ടിയാൽ എൻജിൻ പണിയൊക്കെ വന്നാൽ ആ ഒരു പണിയെടുത്ത് ഇത് ഓടുന്ന കണ്ടീഷനിലാക്കുക. അല്ല ഇതിമ മോഡിഫിക്കേഷൻ ചെയ്യാൻ എനിക്കൊരു പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇത് തട്ടണേ ഞാൻ നോക്കി നിൽക്കുന്നത്. വീണ്ടും ഒരു ഗിഫ്റ്റ് കിട്ടി ഗൈസ്. കൊണ്ടോ ഗൈസ്. ഇതിന് മുന്നേ ചളിഞ്ഞ് അതാ ഞാൻ എനിക്ക് മുന്നേ കാണിച്ചു തന്നപ്പോൾ ഞാൻ നേരെ പോയി കണ്ടേ ഷോറൂമിൽ ഇതിമ കുത്തി. ഇത് ഷോറൂം ഇതാ കാർ വാഷാണ് ഗൈസ്. പക്ഷേ അതൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഒന്ന് കറക്കി നോക്കട്ടെ ഗൈസ്. ഇപ്പം ലാഗ് കുറവാണ് ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ലാഗ് കാരണമാണ് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാത്തതെന്ന് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രോൺ വ്യൂ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഗരാജല്ല വർക്ക്ഷോപ്പ്, കാർ മെക്കാനിക്ക് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പോകാൻ പറ്റണില്ല. ഈ ബ്രിഡ്ജ് എടുത്ത് കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇത് ഇപ്പം ഉണ്ടാക്കി വരുന്ന ബിൽഡിങ്ങാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും കാറിൻ്റെ അവിടെ തന്നെ വരാം. അതായത് കാർ അവിടെ നിൽക്കണം, അതിൻ്റെ കുറച്ച് നമുക്ക് ഇതിടാൻ പറ്റണുള്ളൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. എപ്പോഴും പറഞ്ഞ പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു പാർട്ടി കാണാം. അതുവരേക്കും ബൈ. Zone FF signing out.